ഡൽഹിയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പൊടിക്കാറ്റിനൊപ്പം ആലിപ്പഴ വീഴ്ചയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. വിനീത VG അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. വിനീത, എന്നാലും അല്പസമയം മുൻപാണ് ഈ വാർത്ത പുറത്തു വന്നത്. അവിടെ മറ്റൊരു സാഹചര്യമാണ്, അവിടെ ശക്തമായ കാറ്റുണ്ടാകും എന്നാണ് ഈ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിനീത, എന്താണ് സാഹചര്യം ഇപ്പോൾ? ഇങ്ങനെ ഈ ആലിപ്പഴ വർഷം വരുന്നു, ഒപ്പം തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകളാണ് വന്നിരിക്കുന്നത്. ഈ ഉത്തരേന്ത്യയിലെ പൊതു സാഹചര്യം എന്താണ്? ഡൽഹിയിൽ മാത്രമാണോ റെഡ് അലേർട്ട്? ഇപ്പോൾ ഡൽഹിയിലാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. ജനങ്ങൾക്കൊരു മുൻകരുതൽ എന്ന രീതിയിലാണ് ഈ റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ സമാനമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള കാറ്റ് ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത്തരത്തിലേക്കുള്ള പല മേഖലകളിലും കാറ്റ് കൂടുതൽ ശക്തമാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അടുത്ത 2 മുതൽ 3 മണിക്കൂറിനുള്ളിൽ വരെ അതിശക്തമായിട്ടുള്ള കാറ്റുണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആ കാറ്റ് ഏതാണ്ട് 60 മുതൽ 100 വരെ കിലോമീറ്റർ വരെ അതിശക്തമായിട്ടുള്ള കാറ്റുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാറ്റിനൊപ്പം തന്നെ ശക്തമായിട്ടുള്ള മഴയ്ക്കും ഒപ്പം ആലിപ്പഴ വീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്നും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. അവർ ഈ മരങ്ങൾ ഒക്കെയുള്ള മേഖലകളിൽ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ നിന്ന് സുരക്ഷിതമായി മാറുക. ഒപ്പം തന്നെ ഈ മതിലുകൾ, സുരക്ഷിതമല്ലാത്ത മതിലുകളിലൊക്കെ അതിന് സമീപമൊക്കെയുള്ള ആളുകൾ കൃത്യമായി ജാഗ്രത പാലിക്കുക എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കഴിഞ്ഞ ദിവസങ്ങളിലേക്കും സമാനമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പൊടിക്കാറ്റും ഒപ്പം തന്നെ പിന്നാലെ മഴയും ആലിപ്പഴ വീഴ്ചയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ഡൽഹിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്ന് 2 മുതൽ 3 മണിക്കൂറിനകത്ത് ശക്തമായിട്ടുള്ള കാറ്റുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്.